നമുക്കൊക്കെ തീരാ നോവായി മാറി അർജുൻ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ മൃതദേഹം നാളെ കണ്ണാടിക്കലിലെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മൃതദേഹം അർജുൻ്റെയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധന ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് പൂർത്തിയാക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അർജുൻ്റെ ട്രക്ക് രാവിലെ കരയ്ക്ക് കയറ്റും. 72 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് അർജുനെ ഇന്നലെ കണ്ടെത്തിയത്. പ്രേക്ഷകർക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ. ഷിരൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പയും കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിൽ നിന്ന് KR ഗോപികൃഷ്ണനും ദീപക് തരമ്പടവും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? DNA അതുപോലെ തന്നെ മൃതദേഹം കൈമാറുന്നത്, അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. SKN ഇപ്പോൾ നമ്മോടൊപ്പം അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അതോടൊപ്പം തന്നെ സഹോദരൻ അഭിജിത്തും ചേരുകയാണ്. ജിതിൻ, ഇപ്പോൾ ഈ ദൗത്യത്തിൻ്റെ, അതായത് ഷിരൂരിൽ ആദ്യ ദിനം മുതലുള്ളതാണ്. 72 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് ലഭിക്കുന്നത്. അപ്പം എന്തായിരിക്കും ഇനി തുടർ നടപടികൾ? ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എന്താണ് അറിയിക്കുന്നത്? തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ലക്ഷ്മി പ്രിയ മാഡം ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. DNA ടെസ്റ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്നോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി. മാക്സിമം 2 ദിവസം എടുത്തുള്ളിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതാണ് അവരെന്നോട് അറിയിച്ചത്. പിന്നെ അതുപോലെ തന്നെ SP നാരായണ സാർ എന്നോട് കാർവാർ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാനും അതുപോലെ ഇന്നലെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അവർ DNAക്കുള്ള സാമ്പിളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം എടുക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. 27 അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നൊരു ഉറപ്പാണ് ഇപ്പം അങ്കോള SI നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ തേടിയിരുന്നല്ലേ കുറേ നാൾ. എന്തായാലും ജീവനോടെ അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അത് ഉൾക്കൊണ്ടതാണ്. പക്ഷേ ആ ചോദ്യത്തിനൊരു ഉത്തരം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും. തീർച്ചയായിട്ടും ആ ചോദ്യത്തിനൊരു ഉത്തരം ലഭിക്കും. നമുക്കറിയാം ഈ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ തെരച്ചിൽ നടന്നതും എന്തെല്ലാം വെല്ലുവിളികൾ നമ്മൾ നേരിട്ടു. പക്ഷെ ആ വെല്ലുവിളികൾക്കെല്ലാം നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഏത് വെല്ലുവിളി, കുടുംബത്തിൻ്റെ ആവശ്യം എന്താണോ അത് അതേപോലെ തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാൻ നമ്മുടെ കൂടെ നിന്ന് കുറച്ച് പേരുണ്ട്. അവരെ പേര് ഇവിടെ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, സതീഷ് സെയിൽ MLA, ഇവരെല്ലാം കൂടി നമുക്ക് വേണ്ടിയിട്ട് പിന്നെ രാപ്പകലില്ലാതെ നമ്മുടെ കൂടെ നിന്ന് അവർ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരിക്കലും നമ്മൾക്ക് അത് നമ്മൾ ഉൾക്കൊള്ളാതെ ഒരു തരി പോലും ഈ കുടുംബത്തിന് മുന്നോട്ട്. കാരണം 2ാം ഘട്ട തെരച്ചിൽ സാധ്യമാക്കിയതും 3ാം ഘട്ട തെരച്ചിൽ സാധ്യമാക്കിയതും ഏത് തരത്തിലുള്ള ഇടപെടൽ കൂടെയാണെന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എത്രത്തോളം ഇതിലൊരു എഫോർട്ട് ഉണ്ടായിരുന്നു അവരതെല്ലാം. അതുപ്രകാരം തന്നെയായിരുന്നു നമ്മൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കാണാൻ പോയതും. ബാംഗ്ലൂരിൽ അന്നത്തെ മീറ്റിംഗ് അതൊരു വലിയ നിർണായക മീറ്റിംഗ് ആയിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു ഒറ്റ ഉറപ്പാണ് ഞങ്ങൾ, ഡ്രഡ്ജിങ് തുടരും. അത് ഞങ്ങൾ എന്തായാലും ഡ്രഡ്ജർ മിഷൻ കൊണ്ടുവരും. അതിന് എത്ര രൂപ ചിലവായാലും ഞങ്ങൾ കൊണ്ടുവരുന്നില്ല, ഒരൊറ്റ ഉറപ്പാണ് നമുക്ക് തന്നത്. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. നമ്മൾക്ക് ലോറി എടുത്തിരിക്കുന്നു. ഈ ഡ്രഡ്ജിങ് സംവിധാനം പിന്നെ പാളിച്ചയാണെന്ന് പോലും പല ആൾക്കാരും നമ്മുടെ കൂടെ പല ആൾക്കാരും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ കുടുംബം ഇതിന് അടിയുറച്ച് വിശ്വസിച്ചു. ഡ്രഡ്ജിങ് മൂലം മാത്രമേ ഈ ലോറി കിട്ടി അർജുന് കിട്ടൂ എന്നുള്ള വിശ്വാസം. അതിൻ്റെയൊക്കെ എല്ലാത്തിനുള്ള ഉത്തരമാണ് ഇന്നലെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഭിജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഭിജിത്തും ഈ ആദ്യം മുതൽ തെരച്ചിലിൻ്റെ ആ ഘട്ടം മുതലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കാണാതായ സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് അഭിജിത്തിന് തോന്നുന്നത്? ഇപ്പോൾ ഒടുവിൽ നമുക്ക് ആ ഉത്തരം കിട്ടി. 15-ാം തീയതി മുതലുള്ളൊരു കാത്തിരിപ്പാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇങ്ങനെയെങ്കിലും ഏട്ടൻ്റെ ഒരു തെളിവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തെളിവിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം കാത്തിരുന്നത്. ആ ഒരു തെളിവിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. ഈ MK രാഘവൻ സാറായാലും MP ആയാലും ആരായാലും അവർക്കും ഞങ്ങൾ ജീവിതകാലം മൊത്തം കടപ്പാടും ഉണ്ടാവും അവരോടൊക്കെ. പിന്നെ കേരളമാകെയല്ലേ, കേരള ജനതയാകെ എല്ലാ ഘട്ടങ്ങളും എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കിട്ടിയത്. എന്തായാലും ഏട്ടനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വണ്ടി. SK, നമുക്ക് ആ ലോറി കൂടി കാണാം, അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇന്നലെയാണ് ഈ ലോറി ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഉയർത്തിയത്. അതിപ്പോൾ ഈ കരയോട് ചേർന്ന ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിൻ്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അവിടെയായിരുന്നു അർജുൻ കഴിഞ്ഞ
72 ദിവസമായി ഉണ്ടായിരുന്നത്. ഇന്നലെ കണ്ടെത്തുകയും ആ മൃതദേഹം ഇപ്പോൾ കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോറി കരയിലേക്ക് പൂർണ്ണമായും ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ അത് ഉയർത്താനുള്ള ശ്രമം 2 തവണ വടം പൊട്ടുകയും ആ ദൗത്യം രാത്രി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 8 മണിയോടെ വീണ്ടും ആ ദൗത്യം പുനരാരംഭിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ DNA പരിശോധനാ ഫലം അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എന്തായാലും ഇതിൽ വേണം എന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതൊരു ഒഫീഷ്യൽ പ്രൊസീജിയറാണ്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് DNA പരിശോധനാ ഫലത്തിന് 2 ദിവസം ആവശ്യമാണ്. നേരത്തെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ച അഭിജിത്തിൻ്റെ അതായത് അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് ഇത് വേഗത്തിൽ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം വിട്ടു നൽകണം എന്നതാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം എന്തായാലും ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മൃതദേഹം വിട്ടു നൽകും എന്ന തരത്തിലാണ് നമുക്ക് എന്തായാലും വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം ഉള്ളത് കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് നടക്കും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ഷെഡ്യൂളിൽ നിന്ന് ചേർന്നത്.